ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുഴുവൻ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. 101 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. PR സുനിലുണ്ട് വിശദാംശങ്ങളുമായി. PR സുനിൽ, ഇതോടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ്. ഇനി തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് തന്നെ കടക്കുകയാവില്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആര്യ, തീർച്ചയായും ബി.ജെ.പി. മാത്രമാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള 121 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ഇപ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബീഹാറിൽ ബി.ജെ.പി. ആകെ മത്സരിക്കുന്ന 101 സീറ്റിലാണ്. അപ്പോൾ ആദ്യഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും മുഴുവൻ സ്ഥാനാർത്ഥികളെയും ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം NDA സഖ്യത്തിലെ JDU ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ LJP, ചിരാഗ് പാസ്വാന്റെ LJP ആകെ പ്രഖ്യാപിച്ചത് 14 സീറ്റിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ്. ഇനി ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രിക നൽകാൻ ആകെ ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സ്ഥാനാർത്ഥികളെ ബാക്കി മുഴുവൻ പ്രഖ്യാപിക്കേണ്ട ഒറ്റ ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നാൽ അവിടെയും കോൺഗ്രസും RJDയും ഇതുവരെ ആരെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടില്ല. ചിലർക്ക് RJD രഹസ്യമായി സീറ്റ് നൽകി എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. ഏതായാലും ഈ എതിർപ്പുകൾക്കിടയിൽ തർക്കങ്ങൾക്കിടയിൽ നിന്ന് തേജസ്വി യാദവ് പത്രിക നൽകിയ സാഹചര്യം കൂടി ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ നാടകീയ സാഹചര്യങ്ങൾ, വലിയ തർക്കങ്ങൾ, അഭിപ്രായ ഭിന്നതയൊക്കെ തന്നെ സീറ്റിനെ ചൊല്ലി ബീഹാറിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ബീഹാറിലെ 101 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുമായി വലിയ പിണക്കത്തിലാണ് ഇപ്പോൾ JDU മുന്നോട്ട് പോകുന്നത്. കാരണം JDUവിന്റെ ചില സീറ്റുകൾ LJPക്ക് നൽകി എന്നതാണ് JDUവിന്റെ ആക്ഷേപം. അതിനിടയിൽ LJPക്ക് നൽകിയ ചില സീറ്റുകളിൽ നിന്ന് JDU സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യവും ബീഹാറിലുണ്ടായിട്ടുണ്ട്. വ്യക്തമാണ്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.